വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ വീണ്ടും സമരത്തിന് ഇറങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പഞ്ചാബിലെ കർഷകരാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഛത്തീസ്ഗഡിൽ സമരത്തിനായി ഒരുങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേസമയം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്കെതിരെയും കർഷകർ രംഗത്തെത്തുന്നുണ്ട്. ഇതേ തുടർന്ന് ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭഗവത് സിംഗ് മാൻ വലിയ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 200ഓളം കർഷകരെയാണ് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ മർദ്ദിച്ച് അവശരാക്കി ഇപ്പോൾ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പഞ്ചാബിലെ കർഷകർ സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്താനിരിക്കുന്ന സാഹചര്യത്തിലാണ് പഞ്ചാബിൽ തന്നെ 200ഓളം കർഷകരെ ഇപ്പോൾ പിടിച്ചകത്താക്കിയിരിക്കുന്നത്. പഞ്ചാബിൽ പല കർഷകരുടെയും വീടുകളിൽ പോലീസ് എത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അതോടുകൂടി ഭഗവത് സിംഗ് മാൻ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ CM ആയിട്ടുള്ള ഇദ്ദേഹത്തിനെതിരെ വലിയ രോഷമാണ് ഇപ്പോൾ പഞ്ചാബിൽ ഉയർന്നു വരുന്നത് കർഷകരുടെ ഭാഗത്തു നിന്നും. നമുക്കറിയാം, ഒരു ചർച്ച പോലും നടത്താതെയാണ് കർഷകരെ ഇപ്പോൾ പിടിച്ചകത്തിടുന്നത് എന്നുള്ളതാണ്. നരേന്ദ്രമോദി സർക്കാരിനെതിരെ കർഷക സമരം വന്നപ്പോൾ അദ്ദേഹം പലതവണ കർഷകരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. കർഷക ബില്ല് വന്നപ്പോൾ പോലും ചർച്ചയ്ക്ക് പലതവണ കർഷകരെ വിളിച്ചിരുന്നു. കർഷകർ പറഞ്ഞിട്ടാണ് ചർച്ചയ്ക്കായിട്ട് വിളിച്ചത്. എന്നാൽ ബില്ല് പിൻവലിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി, സേ യെസ് ഓർ നോ എന്നൊരു പ്ലക്കാർഡും പിടിച്ച് വായു മൂടി കെട്ടിയാണ് ഇവർ ചർച്ചയ്ക്ക് വന്നത്. അത് വലിയൊരു ഇരട്ടത്താപ്പായിരുന്നു. എന്നാൽ ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ചർച്ച പോലും ഇല്ലാതെ ഇപ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഇവരെ അടിച്ച് ഒതുക്കി ഇപ്പോൾ അകത്തേക്ക് ജയിലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ പല നേതാക്കളുടെയും വീടുകളിൽ പോലീസ് എത്തുന്നുണ്ട്. പഞ്ചാബിൽ ഏകദേശം 200 കർഷക നേതാക്കളെ കസ്റ്റഡിയിലെടുത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭാരതീയ കിസാൻ യൂണിയൻ ഉഗ്രഹൻ പ്രസിഡന്റ് ജോഗീന്ദർ സിംഗിൻ്റെ വീട്ടിൽ പോലീസ് എത്തി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും ബർണാല ജില്ലയിലെ നിരവധി കർഷക നേതാക്കളുടെ വീടുകളിലും പോലീസ് എത്തി. മാർച്ച് 5-ന് ചണ്ഡീഗഡിൽ ഒരു വലിയ കർഷക യോഗം ചേരുന്നുണ്ട്. ഈ കർഷക നേതാക്കൾ എത്തുന്നതിന് മുമ്പ് തന്നെ കസ്റ്റഡിയിൽ എടുക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വേറൊരു കാര്യം. എന്തായാലും പഠാനിലെ കർഷക നേതാവ് കുൽവന്ത് സിംഗിനെ വീട്ടുതടങ്കലിലാക്കി. അദ്ദേഹത്തെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ വൈസ് പ്രസിഡന്റ് ാണ്. ഡൽഹിയിൽ കാർഷിക നിയമങ്ങൾക്കെതിരെ ദീർഘകാല പ്രക്ഷോഭം നടത്തിയ യുണൈറ്റഡ് കിസാൻ മോർച്ചയുടെ ഒരു പ്രധാന ഭാഗമായി അഖിലേന്ത്യാ കിസാൻ സഭ കണക്കാക്കപ്പെടുന്നു. പോരാത്തതിന് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടതിൻ്റെ പേരിൽ പഞ്ചാബ് സർക്കാർ കർഷകരോടുള്ള ദേഷ്യം തീർക്കുകയാണ് എന്നാണ് കർഷക നേതാവ് സർവാൻ സിംഗ് പാന്തർ ആരോപിക്കുന്നത്. പഞ്ചാബിലെ ജനങ്ങൾ സർക്കാരിൻ്റെ നയങ്ങളിലും വാഗ്ദാനങ്ങളിലും മടുത്തു. അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന മദ്യപാന നിലവാരത്തിലും മടുത്തു എന്നാണ് ഇപ്പോൾ കർഷകർ പറയുന്നത്. കർഷകരെ രാവിലെ മുതൽ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഒരു ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്നൊക്കെ കർഷകർ പറയുന്നുണ്ട്. പോരാത്തതിന് ഭഗവത് മാൻ കർഷക നേതാക്കൾ തമ്മിലുള്ള തർക്കം മുതലെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ കർഷകർ പറയുന്നത്. തിങ്കളാഴ്ച നേരത്തെ സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയ പാർട്ടിയുടെ 40 നേതാക്കൾ പഞ്ചാബ് മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നിരുന്നാലും ഭഗവത് മാൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതിനെ തുടർന്ന് കർഷക നേതാക്കൾ അതിർത്തി പ്രകടിപ്പിച്ചു. മറുവശത്ത് പഞ്ചാബിൻ്റെ ഒരു ഭാഗത്ത് കർഷകർ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. ഈ കർഷകരെയും തൂക്കിയെടുത്ത് അകത്തിടാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.